തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജിവെച്ചു എന്ന വാർത്ത ഈ മഴ വാർത്തകൾക്കിടയിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. KPCC നേതൃത്വം ആവശ്യപ്പെട്ടതാണ് ഈ രാജി വെച്ചില്ലെങ്കിൽ നടപടി സ്വീകരിച്ച് പുറത്താക്കുമെന്ന രീതിയിലുള്ള ഭീഷണി വന്നപ്പോഴാണ് പാലോട് രവി മറ്റു മാർഗമില്ലാതെ രാജി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് സമർപ്പിച്ചത്. എന്തായാലും രാജി അവർ ഐശ്വര്യപൂർവ്വം അങ്ങ് സ്വീകരിക്കുകയും ചെയ്തു. പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച് വിവാദ നായകനായി മാറിയ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ നടപടിയെന്നും നേതൃത്വം. സലീം ബാലിക്ക തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സലീം, ഓർക്കാപ്പുറത്ത് നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഒരു DCC പ്രസിഡന്റ് ഒരു പുറത്തേക്ക് പോകലിന് വഴിതെളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടപടലം കോൺഗ്രസ് വീഴുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പാർട്ടി ഘടകങ്ങളെയും അനുയായികളെയൊക്കെ ഉദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞതൊന്നും വിലപ്പോയില്ല. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഷ്ട്രീയ നാടകം അവിടെ കൊണ്ട് അവസാനിക്കുന്നോ? ഈ പാലോട് രവിയുടെ ഈ പരാമർശം അത് കോൺഗ്രസ് വളരെ ഗൗരവത്തിൽ കണ്ടു എന്നുള്ളതാണ്. ഒരു ന്യായീകരണങ്ങളും കോൺഗ്രസ് നേതൃത്വം ചെവിക്കൊണ്ടതുമില്ല. കാരണം ഗുരുതരമായ ഒരു പരാമർശമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു പരാമർശമാണ് അത്രയും സീനിയറായ ഒരു നേതാവിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ് KPCC നേതൃത്വം വിലയിരുത്തിയത്. ഇത് വിവാദമായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുകയായിരുന്നു KPCC നേതൃത്വം. അതിന് വല്ലാത്ത വേഗവും മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ഒരു വേഗവും ഈ നടപടിക്കും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ശബ്ദ സന്ദേശം മുഴുവൻ കേട്ടതിന് ശേഷവും അതിൽ ഗൗരവതരമായ ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നുള്ളതായിരുന്നു KPCCയുടെ വിലയിരുത്തൽ. അതിനുശേഷം പാലോട് രവിയിൽ നിന്നും വിശദീകരണം തേടി. വിശദീകരണം ഈ പ്രവർത്തകരും ആയുള്ള പ്രശ്നങ്ങൾ, പ്രാദേശിക തലത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി താൻ പറഞ്ഞതാണ്. ആ വോയിസ് മുഴുവനായി കേട്ടാൽ അത് മനസ്സിലാകും എന്നുള്ളതായിരുന്നു പാലോട് രവിയുടെ വിശദീകരണം. ആ വിശദീകരണം KPCC അധ്യക്ഷൻ ചെവിക്കൊണ്ടില്ല. അതിനുശേഷം രാജി തന്നെ വേണം എന്നുള്ളൊരു നിലപാട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ആ തീരുമാനത്തിലേക്ക് തന്നെ പോകണോ എന്നുള്ള കാര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയും അവരുടെ അഭിപ്രായം തേടുകയും ചെയ്തു. അതിനുശേഷം ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തി. പിന്നാലെ AICCയിൽ വിളിച്ച് കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയ ശേഷം രാജി ആവശ്യപ്പെടാനുള്ള അനുമതി വാങ്ങുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ രാജി നൽകണം, ഇങ്ങോട്ട് തന്നെ രാജി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ സംഘടനാതല നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പാലോട് രവി രാജിവെച്ചത്. ഒപ്പം ഈ വോയിസ് പുറത്തുവിട്ട ജലീലിനെ, വാമനപുരം ബ്ലോക്ക് സെക്രട്ടറിയാണ്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ളതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. പുതിയ DCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ താൽക്കാലിക ചുമതലയാകും ഉണ്ടാവുക. അത് ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. 30-ാം തീയതി, 29, 30 തീയതികളിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തിരുവനന്തപുരത്തുണ്ടാകും. ബ്ലോക്ക് സെക്രട്ടറിയുമായിട്ട് ഈ പാലോട് രവി നടത്തിയെന്ന് പറയുന്ന സംഭാഷണത്തിൽ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്? കാര്യം KPCC ഇത്ര ചൊടിപ്പിക്കത്തക്ക കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഈ മഴയ്ക്കിടയിൽ ഞാൻ അതുകൊണ്ടൊന്ന് ചോദിക്കുക. പാലോട് രവി പറഞ്ഞതിൽ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ഒരു DCC അധ്യക്ഷന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ പ്രാദേശിക തലത്തിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ തർക്കമുണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് ഉറപ്പായും തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി 3-ാം സ്ഥാനത്തേക്ക് പോകും. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലെയും ഈ പഞ്ചായത്തുകൾ എടുത്തെടുത്താണ് പാലോട് രവി പറയുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഭരണമുള്ള പഞ്ചായത്തുകൾ പോലും കോൺഗ്രസിന് നഷ്ടപ്പെടും. കോൺഗ്രസിന്റെ വലിയ വിഭാഗം അണികൾ BJPയിലേക്ക് പോകും. CPIMലേക്ക് മുസ്ലിം കോൺഗ്രസിന്റെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള അനുഭാവികളും അണികളും CPIMലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും എന്നുള്ളതുൾപ്പെടെയുള്ള ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അത് വലിയ ഗൗരവത്തോടുകൂടി KPCCയെ കാണാൻ പ്രേരിപ്പിച്ചതും 60 മണ്ഡലങ്ങളിൽ BJP വലിയ പ്രചരണം. നമുക്ക് വേണമെങ്കിൽ ആ വിവാദ സംഭാഷണം, ആ ടെലിഫോൺ സംഭാഷണം ഉണ്ടല്ലോ, സൂപ്പർ ഡയലോഗ്, അത് വേണേൽ ഒന്നുകൂടെ കേൾക്കാം. പറ്റെടുത്താലേ നമ്മൾ 3-ാം സ്ഥാനത്ത് പോവുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായി. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ നശിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ പ്രവചനമാണ് പാലോട് രവിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബ്ലോക്ക് സെക്രട്ടറിയും കൂടി നടത്തിയത്. സലീം അലിക്ക് തുടരുകയാണ്. സലീം, ശരിക്കും ഈ KPCC എനിക്ക് തോന്നുന്നു ഇതിൽ പ്രകോപനം കൊണ്ടു. കാരണം അവർ 3-ാം സ്ഥാനത്ത് പോകും, പിണറായി സർക്കാർ 3-ാം ഊഴം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇന്ദിരാഭവനിലിരുന്ന് ശ്വാസം മുട്ടുമല്ലോ. അപ്പോൾ അവരെന്തായാലും രാജി ആവശ്യപ്പെട്ടു, രാജി സ്വീകരിച്ചു. അപ്പോൾ ഇനി എന്ത്?
SK ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതിനു ശേഷം പാലോട് രവിയിൽ നിന്നും KPCC വിശദീകരണം തേടിയിരുന്നു. ആ വിശദീകരണത്തിൽ തൃപ്തിയാവാത്തതിന്റെ കാരണം പാലോട് രവി പറഞ്ഞത് സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ പ്രാദേശിക പ്രവർത്തകരുമായുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താനാണ് താൻ ആ നിലയിൽ സംസാരിച്ചത് എന്നുള്ളതാണ്. KPCC പക്ഷേ ആ വിഷയത്തെ മറ്റൊരു തരത്തിലാണ് കണ്ടത്. പ്രാദേശികമായി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും DCC അധ്യക്ഷൻ എന്ന നിലയിൽ ഇത്രയും കാലം തുടർന്നിട്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ഇടപെടൽ നടത്തി എന്നുള്ളതായിരുന്നു പാലോട് രവിയോട് KPCC അധ്യക്ഷൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ പാർട്ടി അറിയിക്കുകയായിരുന്നു വേണ്ടത്. പാർട്ടി ഇടപെടൽ നടത്തുകയും അവിടെ DCC അധ്യക്ഷൻ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്ത് പോയി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുമായിരുന്നു വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല പാലോട് രവിക്ക് നേരത്തെ ഒരു അവസരം പാർട്ടി നൽകിയതാണ് എന്നുകൂടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇതിനു മുൻപ് പാലോട് രവി ഒരിക്കൽ രാജിവെച്ചത്. DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ അന്നുണ്ടായ കാരണം സ്വന്തം പഞ്ചായത്തിൽ നിന്നും കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് CPIM-ൽ ചേരുകയായിരുന്നു. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാലോട് രവി രാജിവെച്ചിരുന്നെങ്കിലും അന്ന് KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ രാജി സ്വീകരിച്ചിരുന്നില്ല. KC വേണുഗോപാൽ MP-യും രാജി സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെ വീണ്ടും DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനു മുൻപും പാലോട് രവി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തിയത്. പ്രത്യേകിച്ചും പൊതുവേദിയിൽ ദേശീയഗാനം പാടിയപ്പോൾ ഉൾപ്പെടെ തെറ്റിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയും പാലോട് രവിക്ക് ഒരു അവസരം കൂടി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം ആ നിലയിലാണ് നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്തത്. കാരണം ഇനിയൊരു അവസരം കൂടി നൽകുകയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.